നമസ്കാരം. ഭവാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു മെഴുക്കുപുരട്ടിയാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ എന്നാൽ വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രം വേണ്ടി വരുന്ന ഒരു മെഴുക്കുപുരട്ടിയാണിത്. ക്യാബേജ് കൊണ്ടുള്ള മെഴുക്കുപുരട്ടി. ഇത് നമ്മൾ തോരൻ ഉണ്ടാക്കുന്നതിനേക്കാളും ഈ മെഴുക്കുപുരട്ടിയായി തയ്യാറാക്കിയാൽ കൂടുതൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഇഷ്ടമാകും ഇത്. അപ്പോൾ ഈ മെഴുക്കുപുരട്ടി തയ്യാറാക്കാനായി ഞാനിവിടെ ഒരു 250 ഗ്രാമോളം ക്യാബേജ് എടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഞാൻ തയ്യാറാക്കുന്നുള്ളൂ. പിന്നെ ഞാനിതിലേക്ക് 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. ഒരു വലിപ്പത്തിലുള്ള ഒരു സവാളയും ഒരു ചെറിയ സവാളയും എടുത്തിട്ടുണ്ട്. സവാള നമുക്ക് നീളത്തിൽ അരിഞ്ഞെടുക്കണം. ക്യാബേജും അതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കണം. പച്ചമുളക് ഞാനിവിടെ ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. നമ്മൾ മുളക് പൊടിയൊന്നും ഇതിൽ ചേർക്കുന്നില്ല, കുരുമുളക് പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ആ പച്ചമുളകിൻ്റെ എരിവ് മാത്രമാണുള്ളത്. അതുകൊണ്ട് ഒരു 3 പച്ചമുളക്, വലിപ്പത്തിലുള്ള 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ക്യാബേജും സവാളയൊക്കെ ഞാൻ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കുക. പിന്നെ ആ പച്ചമുളക് ഞാനൊന്ന് കീറി എടുത്തിട്ടുണ്ട്. ഇത് എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ട് ഞാനൊരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ എരിവ് വേണ്ടത് അതനുസരിച്ച് എടുത്തുകൊള്ളുക. ഇനി നമുക്കിതൊന്ന് കൈകൊണ്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് തയ്യാറാക്കി തുടങ്ങാം. ഞാനിവിടെ ഒരു ചീനച്ചട്ടിയിലാണ് ഇത് തയ്യാറാക്കുന്നത്. ചീനച്ചട്ടി ചൂടാകുമ്പോഴേക്കും 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്ക് കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോഴേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരുന്ന സവാളയും ക്യാബേജും ചേർത്ത് കൊടുക്കാം. പച്ചമുളകും കൂടെ ചേർത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ. ഇതെല്ലാം ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇരുന്നോട്ടെ. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ട മസാല എന്ന് പറയുന്നത് അല്പം മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഞാനിന്ന് ഉപ്പ് നീരാണ് ചേർക്കുന്നത്. നിങ്ങൾ പൊടിയായിട്ടുള്ളത് ചേർത്തുകൊള്ളുക. ഇത് രണ്ടും ചേർത്ത് നല്ലവണ്ണം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യുക. മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ എല്ലാ ഭാഗത്തും ഒരുപോലെ ഒന്ന് പുരണ്ട് കിട്ടുന്ന രീതിയിൽ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അടച്ചു വെച്ചാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. തീ കുറഞ്ഞ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊള്ളുക. എന്നാലേ നമുക്ക് പാകത്തിന് അത് അടുക്കി പിടിക്കാതെ കരിഞ്ഞു പോകാതെയൊക്കെ വഴന്ന് കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഒരു പകുതിയോളം നല്ല വഴന്ന് വന്നിട്ടുണ്ട്. അതുപോലെ അല്പം കൂടെ ഒന്ന് വഴന്ന് കിട്ടാനുണ്ട്. ഞാൻ വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ക്യാബേജ് മെഴുക്കുപുരട്ടി ഏകദേശം റെഡിയായി കഴിഞ്ഞു. നല്ലവണ്ണം വഴന്ന് കിട്ടിയിട്ടുണ്ട്, വെന്ത് വന്നു. ക്യാബേജും സവാളയൊക്കെ നല്ലവണ്ണം വെന്തിട്ടുണ്ട്. ഉപ്പ് ഞാൻ നോക്കിയിട്ട് എനിക്ക് പാകത്തിന് ഉപ്പുണ്ട്. ഉപ്പും നിങ്ങൾ നോക്കിക്കൊള്ളുക. ഇനി ഞാൻ ഇതിലേക്ക് ഒരല്പം കറി മസാല ചേർക്കുന്നുണ്ട്, ഗരം മസാല. ഇത് ചേർക്കുമ്പോൾ നമുക്ക് ആ മെഴുക്കുപുരട്ടിക്ക് ഒരു പ്രത്യേക ടേസ്റ്റും മണവുമാണ്. അതിന് വേണ്ടിയിട്ടാണ് അവസാനമായിട്ട് അല്പം ഒരു 1/4 ടീസ്പൂൺ മതിയാവും ഗരം മസാല ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ നല്ലവണ്ണം ഒന്ന് ഇളക്കി ചേർത്ത ശേഷം നമുക്കിത് സ്വിച്ച് ഓഫ് ചെയ്യാം. ഞാനിതൊരു ഡിഷിലേക്ക് മാറ്റുകയാണ്. രുചികരമായ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ടേസ്റ്റിയായ രീതിയിൽ തയ്യാറാക്കിയ നമ്മുടെ ക്യാബേജ് മെഴുക്കുപുരട്ടി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇത് കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. അധികം എരിവുള്ളതൊന്നും അല്ലല്ലോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേ രീതിയിൽ ഈ ക്യാബേജ് മെഴുക്കുപുരട്ടി ഒന്ന് തയ്യാറാക്കി നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻസും എന്നെ ഒന്ന് അറിയിക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. വീണ്ടും നമുക്ക് ഇതുപോലുള്ള ഈസി ആൻഡ് ടേസ്റ്റിയായ റെസിപ്പികളുമായി ഉടനെ തന്നെ കാണാം.